അതെ, നമ്മളെ മേമാക്കാക്ക് എന്തോന്ന് പറയാണ്ട് എന്നാ പറി മേമാക്ക. ആണോ ഷാജഹാനെ? എന്തിയ മേമാക്ക? നാണവും മാനവും വേണം മനുഷ്യന്മാരാകുമ്പോ. അതെ, മനുഷ്യന്മാരാകുമ്പോ മാറ്റിയ സംഗതിയാണ് അത്. അത് നിങ്ങൾക്ക് തീരെ ഇല്ല എന്നുള്ളത് പലപ്പോഴും ഈ ഗ്രൂപ്പിലൂടെ തെളിഞ്ഞതാണ്. നാണം മാണം പറഞ്ഞ സംഗതി തന്നെ നിങ്ങൾക്കില്ല. പറയും ഞങ്ങളെ നാണന്മാരെ വാശി പറഞ്ഞ ഊസറും പൊളിയുമാണോ ഇതൊക്കെ ഈ സമൂഹത്തിന് മുമ്പിൽ പറയാൻ? ഉസറും പുളിയും പറഞ്ഞ സംഗതി നിങ്ങളെ അരികെ കൂടെ പോയിച്ചില്ല. പലപ്പോഴും നിങ്ങളെ ഉസറും പുളി ഇല്ലാത്ത വർത്താനം കാര്യങ്ങളൊക്കെ ഈ ഗ്രൂപ്പിലൂടെ പല ആളുകളും കേട്ട് തേൽപ്പിച്ചതാണ്. ഉസറും പുളിയും പറഞ്ഞ സംഗതി തന്നെ ഇല്ല എന്ന് മാത്രമല്ല, അത് നിങ്ങളെ അരികെ കൂടെ പോയിച്ചില്ല. ബാക്കി കാര്യം പറയാണ്ടെങ്കിൽ പറയും. നീയല്ലേ ഈ ഗ്രൂപ്പില് ഞാനും നീയും PM സംസാരിച്ചു, ആ സംസാരിച്ചെടുത്തുനിന്ന് ഇട്ടെറിഞ്ഞ് ഓടിയ മേമാക്കാന്ന് പറഞ്ഞിട്ട് വന്നത്? അതെ, ഞാൻ തന്നെയാണ് പറഞ്ഞതേ. കാരണം നമ്മള് PM തീർത്തും ആദർശപരമായിട്ടുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഇട്ടു തന്നു. അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കുറെ നിങ്ങൾ കൂടിയൊക്കി. പണ്ട് സക്രിയ സോലായി പറഞ്ഞല്ലോ, പശുവിനെ കണ്ട കൂടിയൊക്കും സംഗതി സാധിക്കൂല, മേമാക്കാന്റെ ഉടച്ചതാ അല്ല മറ്റേ ഇതിന്റെ ഉടച്ചതാണെന്ന് പറഞ്ഞ മാർക്ക് സക്രിയ സോലായി പറഞ്ഞതാണ്. അത് ഞാനിവിടെ പറയാന്നാണ്, അല്ല ഞാൻ സ്വന്തത്തിൽ പറയല്ല. അപ്പോ സക്രിയ സോലായി പറഞ്ഞ മാർക്ക് സംഗതി ഉടച്ചിങ്ങനെ സാധിക്കണില്ല മേമാക്കാക്ക്. മനസ്സിലായില്ല? നിങ്ങൾ കുറെ കൂടിയൊക്കാൻ വന്നു. സംഗതി ആ ചങ്കിനാണ് കൊണ്ടു. എന്റെ ചോദ്യം ആ ചങ്കിനാണ് കൊണ്ടപ്പോ നിങ്ങളത് വേറെ റൂട്ടിലൂടെ തിരിച്ചാൻ വേണ്ടി നോക്കി. പലപ്പോഴും ആ റൂട്ടിലൂടെ ഒന്നും തിരിപ്പിക്കാതെ ഈ ഞാൻ ഉദ്ദേശിച്ച റൂട്ടിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഇതിന് മറുപടി കൊണ്ടി മേമാക്കാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇട്ടെറിഞ്ഞു വണ്ടി. അത് ഞാൻ ഇവിടെ പറഞ്ഞു. PM ചർച്ച ചെയ്തിട്ട് ഇട്ടെറിഞ്ഞു പോയില്ല മേമാക്കാം. അപ്പൊ നിങ്ങൾ കയറി വന്നിട്ട് ശരിയാണ് ഞാൻ ഇട്ടെറിഞ്ഞു വണ്ടിയിട്ടുണ്ട് എന്നുള്ള മട്ടത്തിൽ നിങ്ങൾ പറഞ്ഞു. ഞാൻ എനിക്ക് അവിടെ മറുപടി തന്നിട്ടില്ല എന്നുള്ള മട്ടത്തിൽ നിങ്ങൾ ഇവിടെ സംസാരിച്ചു. എന്നിട്ട് നിങ്ങളിപ്പോ വന്നിട്ട് പറയുന്നത് എന്താണ്? ഞാൻ PM ഇങ്ങനെ ഇട്ടെറിഞ്ഞു വണ്ടിയെ മയമാക്കാന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ മറുപടി തന്നില്ലേ എന്നാണ് ഇപ്പൊ നിങ്ങൾ തുടർന്ന് പറയുന്നത്. അതെന്താന്നുള്ളത് കേട്ടു നമുക്ക്. അപ്പൊ തന്നെ അതിന് ഞാൻ മറുപടിയും പറഞ്ഞില്ലേ, ജാണായി പറഞ്ഞവനാണെങ്കിലേ അനക്ക് ധൈര്യം ഉണ്ടെങ്കിലേ PM സംസാരിച്ചത് A to Z വരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ചർച്ച ചെയ്യാൻ ധൈര്യം ഉണ്ടോ? അല്ല, അതെന്താ നിങ്ങൾക്ക് ധൈര്യമില്ലാത്ത? PM ഞാനും നിങ്ങളും സംസാരിച്ച വോയിസുകളൊക്കെ അവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ഡിലീറ്റ് ആക്കാത്ത വോയിസുകളും അവിടെ ഉണ്ടാവും, ഞാൻ ഡിലീറ്റ് ആക്കാത്ത വോയിസുകളും അവിടെ ഉണ്ടാവും. ആ വോയിസുകളൊക്കെ നിങ്ങളെടുത്തുണ്ടല്ലോ. എന്താ നിങ്ങൾ കൊടുത്തിടാത്ത? അപ്പൊ നിങ്ങൾക്കും ധൈര്യമല്ല എന്നുള്ളതല്ലേ? എനിക്കത് ധൈര്യമില്ലായ്മല്ല. ഞാനത് ആദ്യം കൊടുത്തിട്ടാണ് ഇവിടെ ചർച്ചയ്ക്ക് ഇട്ടാല് നിങ്ങൾക്ക് പിന്നെ പറയാം, കണ്ടോ ഇവന് PM സംസാരിച്ചത് പോലും ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് അലക്കിയ ആളാണ്, എന്റെ കുടുംബം കലക്കാൻ വേണ്ടി വരികയാണ്, ഇതൊക്കെ പറയാനാണ്. അതൊന്നും മാണ്ടച്ചിട്ടാ ഞാനത് ഇടാത്ത. നിങ്ങൾക്ക് അതിനൊന്നും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടും ചർച്ചയ്ക്ക് ഞാൻ റെഡിയല്ലേ. എന്താ നിങ്ങൾ കൊടുത്തിടാത്ത? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? പിന്നെ നിങ്ങൾ പറഞ്ഞു PM പറഞ്ഞേ ആ വിഷയം ഞാൻ ഇവിടെ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് പറഞ്ഞല്ലോ മേമാക്ക് PM ഇട്ടെറിഞ്ഞു വണ്ടിയിൽ. അപ്പൊ തന്നെ മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞത് എന്താ മൂപ്പരുന്നോ? ഇവിടെ വന്നിട്ട് പറഞ്ഞെന്താ? ശരി, എന്റെ 2 വോയിസിന് ഞാൻ മറുപടി തന്നിട്ടില്ല. അപ്പൊ മറുപടി അല്ലാതെ PM ചോദിച്ച വിഷയത്തിന് ഇയാൾ മറുപടി പറഞ്ഞിട്ടില്ല. അത് ഇവിടെയും പറഞ്ഞിട്ടില്ല, PM പറഞ്ഞിട്ടില്ല. ഇയാൾ കയറി വന്നിട്ട് പറഞ്ഞെന്താ? അപ്പൊ തന്നെ ഞാൻ അതിന് മറുപടി അറിഞ്ഞില്ല. മറുപടി പറഞ്ഞത് എന്താ? PM ഇട്ടെറിഞ്ഞു വണ്ടിയെ മയമാക്കാം. അപ്പൊ മൂപ്പര് വന്നിട്ട് എന്റെ മറുപടി എന്റെ ചോദ്യം കേട്ടപ്പോ മൂപ്പര് അറിയാം, ശരി PM ഞാൻ എനിക്ക് മറുപടി തന്നിട്ടില്ല, ഇട്ടെറിഞ്ഞു വണ്ടി എന്നുള്ള മട്ടത്തിലാണ് മൂപ്പര് സംസാരം. എങ്ങനെയുണ്ട്? കേക്കാ പടിഞ്ഞാറാമാകാം. അപ്പൊ നിങ്ങൾ ഇട്ടെറിഞ്ഞു വണ്ടിക്ക് തന്നെ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങൾ സമ്മതിച്ചു. മനസ്സിലായില്ല? അതന്നെ ഞാനും ഇവിടെ വന്നിട്ട് പറഞ്ഞതേ. PM ആ വിഷയം ചർച്ച ചെയ്തിട്ട് ഇട്ടെറിഞ്ഞു വണ്ടിയെ മയമാക്കാം. അപ്പൊ നിങ്ങളും പറയാം, ശരി ഞാൻ അതിന് മറുപടി ഒന്നും അവിടെ തന്നിട്ടില്ല. ഇതാപ്പോ കോലെ. മനസ്സിലായേക്ക്? ബാക്കി അതിന് മറുപടിക്ക് പറഞ്ഞു. എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ട് പറ. അതിനെന്തിനാ മറുപടി ഞാൻ പറയേണ്ടത്? ഈ PM സംസാരിച്ച സംസാരങ്ങളൊക്കെ നിങ്ങൾ ഡിലീറ്റ് ആക്കാത്ത വോയിസുകളും ഞാൻ അവിടെ പറഞ്ഞ വോയിസുകളൊക്കെ നിങ്ങൾ എടുത്തുണ്ടല്ലോ. എന്താ നിങ്ങൾ കൊടുത്തിടാത്ത? അതിന് ധൈര്യം കാണിക്കുങ്ങള്. ഞാൻ അത് ആദ്യം കൊടുത്തിട്ടാല് അപ്പൊ നിങ്ങൾക്ക് പറയാം, കണ്ടോ ഇവൻ ഇങ്ങനെയാണ് ഇവന്റെ സ്വഭാവം. PM നിങ്ങൾ ഇതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടേ. അതൊക്കെ ഉണ്ടായിട്ട് തന്നെ ഞാനിപ്പോ കൊടുത്തിടാത്ത. അല്ല, എനിക്ക് ധൈര്യം ഇല്ലായിട്ടല്ല, എനിക്ക് അത് നല്ല നിങ്ങളായിട്ട് ചർച്ച ചെയ്യാം. എല്ലാത്തിനും ധൈര്യം. കാരണം ഒരു നുള്ളു പൈസന്റെ വിവരം ഇല്ലാത്ത ആളാങ്ങള്, ഒരു ചുക്കും ചുണ്ണാമ്പും തിരിയാത്ത ആളാ. വലിയ ഉസ്താദ്മാരെ പഠിപ്പിക്കാൻ പോയിട്ട് വലിയ ബൈത്തുകളൊക്കെ ചൊല്ലിയിട്ട് ഞാൻ പാടുമ്പോഴോ ഓനക്ക് അതറിയണതേ. എന്നിട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ അതിന്റെ ക്ലിപ്പുകളൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പൊ ഒരു ചൂക്കും തിരിയില്ല നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? എന്റെ മുമ്പിൽ തീരെയും തിരിയൂല നിങ്ങൾക്ക്. എന്റെ ധൈര്യത്തിന്റെ ഊക്കല്ലാണ് കുട്ടി. ഞാൻ കേട്ട ഉടനെ നിന്റെ മെസ്സേജുകൾ പലതും ഡിലീറ്റ് ആക്കി കളഞ്ഞത്. അതെ, എന്റെ ധൈര്യത്തിന്റെ ഊക്ക് അതാണെങ്കിൽ നിങ്ങളെ ധൈര്യത്തിന്റെ ഊക്കല്ല. നിങ്ങളും കുറെ മെസ്സേജുകൾ ഡിലീറ്റ് ആക്കി കളഞ്ഞത്.
ഞാൻ പകരത്തിന് പകരം കാട്ടിയതാ. നിങ്ങൾ ഡിലീറ്റ് ആക്കിയപ്പോ ഞാനും ഡിലീറ്റ് ആക്കി. അതാ പകരത്തിന് പകരം വീട്ടുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ പറഞ്ഞ വോയിസിൽ എന്തോ ഒരു അപാകത ഉണ്ട്, തെറ്റുണ്ടായിട്ടല്ല. കാരണം ഇയാള് എന്താ ഈ ആദ്യം ഡിലീറ്റ് ആക്കിയത് മൂപ്പരാ. അപ്പൊ ഞാനും എത്തട്ടെ, അതിന് പകരം ഞാനും ഡിലീറ്റ് ആക്കി. പകരത്തിന് പകരം കാണിച്ചതാ, അല്ലാതെ ധൈര്യമായിട്ടല്ല. വാട്സപ്പ് കമ്പനി ഡിലീറ്റ് എന്നുള്ള സംവിധാനം തന്നിട്ടുമുണ്ട്. അപ്പൊ നിങ്ങൾ ഡിലീറ്റ് ആക്കി കാണിച്ചപ്പോ ഞാനും ഇത് എനിക്കും വയ്ക്കും മേമാക്കാന്നുള്ള മട്ടത്തിൽ ഞാൻ കാണിച്ചു തരികയാണതേ. അല്ലാതെ അത് എന്റെ ധൈര്യമില്ലായ്മ അല്ല, ധൈര്യം ഉണ്ടായിട്ട് കാട്ടിയതാ. കാരണം എന്താ, നിങ്ങൾ കാട്ടുമ്പോൾ എന്നെ കൊണ്ട് ഗജു എന്നുള്ള നിങ്ങൾക്ക് തെളിയിച്ചെന്നതാണ് ഡിലീറ്റ് ആക്കിയത്. മനസ്സിലായോ? ബാക്കിയുള്ള വോയിസുകൾ ഉണ്ടല്ലോ, ധൈര്യം ഉണ്ടെങ്കിൽ ഇടി. അപ്പൊ നോക്കാം, ആദ്യം നിങ്ങൾ കൊടുത്തിടണം, എന്നിട്ട് ചർച്ചയ്ക്ക് വരി. ഞാൻ കൊടുത്തിട്ടാ പിന്നെ എന്റെ മേത്തേക്ക് നിങ്ങൾക്ക് ചാടാ. എന്തേ കണ്ടോ, PM സംസാരിച്ചത് കുടുംബപരമായിട്ട് സംസാരിച്ചതാണ്. അത് ഇവിടെ കൊടുന്ന് വിട്ടുകാണ്ട് ഇവ അലക്കിയത് നിങ്ങൾ കണ്ടോ, കേട്ടില്ലേ സുഹൃത്തുക്കളെ? എന്നിട്ടാണ് ലാസ്റ്റാണ് നെലോച്ചും ചോദിച്ചു. അപ്പൊ അതൊന്നും മാണ്ടേച്ചിട്ടാണ് നിങ്ങൾ കൊടുത്തിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ. അതെ, നേരത്തെ നമ്മളെ മേമാക്ക പറഞ്ഞതിന്റെ ബാക്കി ഭാഗം കൂടി കേൾക്കാം. എന്റെ ധൈര്യത്തിന്റെ ഊക്കല്ലേ? ആദർശമാണെങ്കിൽ ആദർശം, അതല്ല എന്റെ കുടുംബപരമായ കാര്യമാണെങ്കിൽ കുടുംബപരമായ കാര്യം. കുടുംബപരമായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണ്ട. ആദർശപരമായിട്ടുള്ള ഒരു ചോദ്യം നിങ്ങളെ PM ഇട്ട് തന്നപ്പോ നമ്മൾ കൊച്ചുനാളിലെ പഠിച്ചു വന്ന സംഗതിയാണ് വഹാബികൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളത്, വഹാബികൾക്ക് സലാം പറയാൻ പാടില്ല എന്നുള്ളത്. ഇത് സുന്നത്തെ ജമാഅത്തിന്റെ ആദർശമാണ്. അതിന് ഘടകവിരുദ്ധം നിങ്ങളുടെ വാദം അനുസരിച്ച് നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു. APക്കാര് നിരീശ്വരവാദികളെക്കാട്ടിലും പിഴച്ചവരാണ് എന്നും വഹാബികളെക്കാട്ടിലും പിഴച്ചവരാണ് എന്നും APക്കാര് മരിച്ച മയ്യത്ത് വരെ നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ ഫത്വ പാസാക്കിയ വട്ടൂരിസമേ, എങ്കിൽ സ്വന്തം മകളെ എങ്ങനെ APക്കാർക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുക? ഇതാ ചോദ്യം. ഇത് ആദർശപരമായിട്ടുള്ള ചോദ്യ. ഈ ഒരു ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറയാ എന്റെ കുടുംബം കലക്കാൻ വേണ്ടി വരികയാണ്. ആരവിടെ കുടുംബം കലക്കാൻ വേണ്ടി തയ്യാറായത്? നിങ്ങളല്ലേ. കാരണം വഹാബികൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് സുന്നത്തെ ജമാഅത്തിന്റെ നിലപാടാ. പലപ്പോഴും നിങ്ങൾ പറയുന്നു, നിങ്ങൾ വലിയൊരു ആദർശത്തിന്റെ ധീരതയുള്ള രൂപത്തിലാണ് നിങ്ങൾ സംസാരിക്കാറുള്ളത്. ഒരു ചുക്കും കളത്തില്ല. എന്നവനെ കുരുവട്ടൂരികൾ ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു മതമുണ്ട്. കുരുവട്ടൂരികൾ പ്രത്യേക ഒരു മതമാണ്. അതിന്റെ തെളിവൊക്കെ പലപ്പോഴും നമ്മൾ ഗ്രൂപ്പിലൂടെ എല്ലായിടത്തും കൂടി കേട്ടതാണ്. കാരണം അള്ളാഹുവിലുള്ള വിശ്വാസം കുരുവട്ടൂരികൾക്ക് ഇല്ല. അള്ളാഹ് എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതാണ് കുരുവട്ടൂരി മതം. ഐക്യം നമ്മൾ കടക്കണില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വളരെ മോശമാക്കിയിട്ട് സംസാരിച്ചത് യുക്തിവാദികൾ പോലും പറയാൻ മടിച്ച സംഗതി സമൂഹ മധ്യത്തിലിട്ട് പറഞ്ഞുകൊണ്ട് മുത്തനബിനെ വളരെ നിസ്സാരപ്പെടുത്തി മോശപ്പെടുത്തിയവരാണ് ഈ വട്ടൂരിസം. ഇതൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാ. അപ്പൊ നിങ്ങളൊരു പ്രത്യേക മതമാണ്. നിങ്ങളുടെ ആ മതത്തിന്റെ വാദമായിട്ട് നിങ്ങൾ ചില സംഗതികളൊക്കെ പറഞ്ഞിരുന്നു. ആ പറഞ്ഞ സംഗതിയാണ് APക്കാര് നിരീശ്വരവാദികളെക്കാട്ടിലും പഴച്ചുപോയിന്നും വഹാബിസത്തെക്കാട്ടിലും പഴച്ചവരാണ്. അങ്ങനത്തെ APക്കാർക്ക് മകളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? ആദർശപരമായിട്ടുള്ള ചോദ്യ. ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് വരെ അതിനൊരു മറുപടി തരാൻ കഴിഞ്ഞില്ല. പെട്ടുപോയി നിങ്ങള്. എന്നിട്ട് നിങ്ങൾ കുറെ എന്നെ നെട്ടിപ്പിച്ചാൻ നോക്കി. ഇതിന്റെ കുടുംബം കലക്കാൻ വേണ്ടി വരികയാണ്. കലക്കാൻ വേണ്ടി ഞാൻ വരികയല്ല, നിങ്ങൾ കലക്കിയതെടുത്തുകൊണ്ട് പറയാണ്. മനസ്സിലായില്ലേ? കുടുംബം നിങ്ങൾ കലക്കിയതെടുത്താണ് ഞാൻ പറയണേ. അത് ഞാൻ ഉദ്ധരിച്ചതുള്ളൂ. കലക്കിയത് നിങ്ങളാ. ഇതാണ് ആ ചോദ്യം ഉണ്ടായിരുന്നത്. APക്കാര് കോമാടൻ അടക്കം പറഞ്ഞതാണത്. നിരീശ്വരവാദികളെക്കാട്ടിലും പേച്ചുപോയവരാണ്. അങ്ങനത്തെ എങ്ങനെ മകളെ കെട്ടിച്ചു കൊടുക്കല്? ഇതാ ചോദ്യം. ഇനിയിപ്പൊ അതൊക്കെ പാടും കൊണ്ട് കൊടുത്തിട്ട് കണ്ട് എനിക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ച ചോദ്യം തന്നെ മറുപടി പറയും. സ്വന്തം മകളെ APക്കാർക്ക് തെരഞ്ഞു നോക്കി കെട്ടിച്ചു കൊടുത്തു. APക്കാർ പേച്ചവരല്ലേ? വഹാബിസത്തെക്കാട്ടിലും അത് പതിച്ചല്ലേ? നിങ്ങളെ തൊള്ളി കൂടെ എത്ര പ്രാവശ്യം മുസ്ലിം ജനാപത്തുകാര് എന്ന് പറഞ്ഞാണ് അല്ലേ? എന്നിട്ട് എങ്ങനെ APക്കാർക്ക് കെട്ടിച്ചു കൊടുത്തത്? നിങ്ങൾ തെരഞ്ഞു നോക്കി പൊടിച്ചു കെട്ടിച്ചു കൊടുത്തു നിങ്ങൾ APക്കാർക്ക് അല്ലേ? എന്താ കെട്ടിച്ചു കൊടുത്തത്? ഞാൻ ഇന്നലെ ആയിട്ട് അറിയാൻ കഴിഞ്ഞു. കുരുവട്ടൂരി ഒരു ചങ്ങായി, വല്ലാതെ കുരുവട്ടൂരിക്കും വേണ്ടിച്ച ഒരു ചങ്ങായി ഇപ്പൊ അവനെ കാണുന്നില്ല. അപ്പൊ എന്തേ ആലോചിച്ച് നോക്കും, ഒന്ന് അന്വേഷിച്ച് നോക്കി. സുനീർ അയ്യമ്മും പൊട്ടിമ്പോ ഒന്നല്ല, ഓന്റെ കഥ ഒന്നല്ല ഇപ്പൊ ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോ ആ ചങ്ങായിക്ക് പെണ്ണിട്ടല്ലാത്തവരെ സുന്നി തറവാട്ടിൽ നിന്ന് പെണ്ണാരും കെട്ടിച്ചു കൊടുക്കണില്ല. അതിലോ പെണ്ണിട്ടാൻ വേണ്ടി കുരുവട്ടൂരി മതം പറയൽ കുറച്ച് നിർത്തിവെച്ചു എന്നുള്ളതാ ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഓനെപ്പോഴും പെണ്ണിട്ടിട്ടില്ല. എന്തേ ഓന് കുറിച്ച് കെട്ടിച്ചു കൊടുത്തുകൂടേനോ? നിങ്ങൾ കുരുവട്ടൂരി മതത്തിലുള്ള ചങ്ങായി ആയിരുന്നേ. എന്തേ ഓന് കെട്ടിച്ചു കൊടുത്തുകൂടെ നിങ്ങൾക്ക്? നേരത്തെ വലിയ വായിലൊക്കെ വന്ന ആളാ.
ഇവിടെ മഴ പെയ്യിപ്പിക്കുന്നതും ഇവിടെ നേരത്തിന് ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് എന്താണ് ഈ കോമാടുണ്ടായത് കൊണ്ടാണ് ഇവിടെ കഴിക്കണെന്നൊക്കെ പറഞ്ഞ ചെങ്ങായി ഇപ്പൊ അവനെ എവിടെയും കാണില്ല, ഏട്ടിലും പാട്ടിലും കാണുന്നില്ല. അപ്പൊ നോക്കുമ്പോ പെണ്ണിട്ടാൻ വേണ്ടി തൽക്കാലം കുരുവട്ടൂരി അതൊന്ന് അവന് തൽക്കാലം മാറി നിന്നിട്ട് വേറെ എന്തൊക്കെ പരിപാടിയായിട്ട് ബന്ധപ്പെടുകയെന്നാണ് ഞാൻ കേട്ടത്. മനസ്സിലായോ? ഇന്ത്യ ഓനെ പിടിച്ചു കെട്ടിച്ചു കൊടുത്തുകൂടെയോ? എന്തിനാ AP-ക്കാരെ തെരഞ്ഞു നോക്കിയാണ്ട് നിങ്ങൾ മകളെ കെട്ടിച്ചു കൊടുത്തത്? എന്ത് ആദർശം നിങ്ങൾക്കുള്ളത്? നിങ്ങളെ വലിയ ദൈവം പറഞ്ഞ കോമാടം പറഞ്ഞതാ AP-ക്കാർ നിരീശ്വരവാദികൾക്കാട്ടിലും ആദപ്പതിച്ചവരാണ്, വിശ്വാസപരമായിട്ട് ഭഴിച്ചവരാണ്, AP-ക്കാർ മയ്യത്തിസ്കരിക്കാൻ കൂടി പാടില്ല എന്നൊക്കെ പച്ചക്ക് സ്റ്റേജ് കെട്ടി പറയുന്ന നിങ്ങൾക്ക് എന്ത് ആദർശമാണുള്ളത്? ഇതാ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. മനസ്സിലായോ? എന്നിട്ട് ഇവിടെ കടന്നിട്ട് പോയല്ലേ ബാക്കി അത് ആ വോയിസുകൾ ഡിലീറ്റ് ആക്കാത്ത വോയിസുകൾ മുഴുവനും ഫോണിലുണ്ട്. ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്തിനാ പിടിച്ചിക്കണം കൊടുന്നിടി? എന്തിനാ പിടിച്ചിക്കണം കൊടുന്നിടി? എനിക്ക് ധൈര്യം ഉണ്ടോ അത് ഇവിടെ കൊണ്ടുവന്നിട്ട്? എന്താ നിങ്ങൾക്ക് ധൈര്യം ഉണ്ട്? നിങ്ങൾ ഉണ്ട് എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ കൊടുത്തിരി, നിങ്ങളെ ധൈര്യം കാണിച്ചു കൊടുക്കി. എന്താ മയമാക്കാതെ നിങ്ങളടുത്ത് ഉണ്ട് എന്നാ പറഞ്ഞത്. എന്താ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ കൊടുത്തിടി. ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ കൊടുത്തിട്ടാല് ഇവിടെ വന്നിട്ട് പിന്നെ പറയാ PM സംസാരിച്ചത് ഈ കുടുംബപരമായിട്ടൊക്കെ സംസാരിച്ചു ഇവിടെ കൊടുത്തിട്ട് അലക്കി ഇതാണ് അവന്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ ഞാകാനാണ്. അതൊന്നും ഇവിടെ നടക്കൂല. നിങ്ങളോട് കൊടുത്തിടി. നിങ്ങളടുത്തുണ്ടല്ലോ ചർച്ച ചെയ്യാൻ. ജാണായി പറഞ്ഞവനാണ് അതാ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ആണായി പറഞ്ഞാണെങ്കിൽ നിങ്ങൾ അതാ ചെയ്യണ്ടേ. നിങ്ങളെടുത്തുണ്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ കൊടുത്തിടി. ആ ജിമ്മിന് പോയെങ്കിൽ അതിന്റെ ജിമ്മിന് അത് എനിക്ക് പറയുമ്പോ തന്നെ തോന്നിയിരിക്കണേ. ഞാൻ ആ ജിമ്മിന്റെ വിഷയം ഒന്ന് പറഞ്ഞാൽ ഇയാളൊന്ന് കയറും എന്നുള്ളത് എനിക്ക് ആദ്യം അറിയാം. അപ്പൊ നോക്കി ആ പറയുമ്പോ മൂപ്പരിക്ക് ചിരി. ഞാൻ ജിമ്മിന് പോയി എന്താ തീർപ്പതി വയ്ക്കണം മൂപ്പരിക്ക്. ഞാൻ ആ ജിമ്മിന് പോയത് നിങ്ങൾ വലിയ ജിമ്മിന്റെ ആളാണെന്നുള്ള അറിയിക്കാനല്ല. അതും വെച്ചിട്ട് 2 ദിവസം ജിമ്മിന് പോയ മസിലും വെച്ചിട്ട് കുരിക്കൾ ഷാജാന്റെ മുമ്പ് വരണ്ടെന്നുള്ളത് അറിയിച്ചതാ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അങ്ങനൊക്കെ തോണ്ടാവോയ് ഞാൻ ഇപ്പൊ അത്യാവശ്യം ജിമ്മിനൊക്കെ പോയ ആളാണ്, അതുകൊണ്ട് ഷാജാനെ ഒന്ന് നേരിടാ ആണ്ട് പേര് അപ്പൊ കാണാന്നുള്ളതാണ്. അത് ഞാൻ എന്താ പറയാൻ കാരണം എന്നോ, ഇയാള് ഞാൻ ആ ചോദ്യം ചോദിച്ചിട്ട് സ്വന്തം മകളെ എന്താണ് വഹാബിസത്തെക്കാട്ടിലും നിരീശ്വരവാദികളെക്കാട്ടിലും പഴച്ചുപോയ AP-ക്കാർക്ക് തെരഞ്ഞു നോക്കി ഇയാൾ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ആദർശമയമാക്ക അങ്ങക്ക് ഉള്ളത് എന്ന് ഞാൻ ചോദിച്ച ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഇയാൾ പെട്ടുപോയി. അപ്പൊ ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കി. ഏത് മാർഗത്തിലൂടെ ഇനി എനിക്ക് കാണിച്ചു തരാം, അങ്ങനെ ആക്കിത്തരാം, ഇങ്ങനെ ആക്കിത്തരാം എന്നുള്ള മൂപ്പരൊരു കായികമായിട്ട് നേരിടുന്നൊരു വാക്കുകൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ജിമ്മിന്റെ കഥ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ നേരിടാൻ വന്നാലേ വിവരങ്ങൾ അറിയുന്നുള്ളതാണ് ഞാനും പറഞ്ഞത്. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞ. അല്ല നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയല്ല, നിങ്ങൾ ആ നിലക്ക് സംസാരിച്ചപ്പോ അങ്ങനെ പറഞ്ഞതാ. നിങ്ങൾ വലിയ ജിമ്മേരനാന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. 2 ദിവസം ജിമ്മിന് പോയി കണ്ട കോയി മസിലേറ്റിന്റെ മുമ്പ് വരണ്ടെന്നുള്ളത് അറിയിച്ചതാ. അത് നല്ല ബുദ്ധിയാ പറഞ്ഞതാ. പിന്നെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിനൊക്കെ അന്വേഷിക്കണ്ട. അതെ, നിങ്ങളെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിനാണ് നിങ്ങൾ ജിമ്മിന് പോയതെങ്കിലും ഓക്കെ. പക്ഷെ അത് ആരാന്റെ മേത്തേക്ക് എടുക്കരുത് എന്നാണ് നമ്മൾ പറയണത്. ഓക്കെ, അതെടുക്കുമ്പോൾ അതൊക്കെ ഉണ്ടാകണേ. അതെടുക്കാൻ വരുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുക എന്നാ പറയണേ. നേർക്ക് നേരുണ്ടെങ്കിൽ വാന്നോ. ഞാൻ എന്റെ നാട്ടിലുള്ള സമയത്ത് ഞാൻ എന്റെ പെരയ്ക്ക് വരാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചോ? ഇല്ല, നിങ്ങൾ എന്റെ പെരയ്ക്ക് വരാന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്റെ പെരയ്ക്ക് വരാന്നിട്ടില്ല. നിങ്ങൾ എന്താ പറഞ്ഞതെന്നുള്ളതൊക്കെ എനിക്കറിയാം. മനസ്സിലായില്ലേ? നിങ്ങൾ എന്റെ പെരയ്ക്ക് വരാന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഒരു കാര്യം എന്നോട് ചോദിക്കാനുണ്ട്. നീ എന്റെ ഉപ്പാന്റെ അടുത്തേക്ക് കെട്ടുമ്പ ഞാൻ ആകെ 2 മാസം തികയാത്ത ലീവിനാ നാട്ടിലേക്ക് വരുന്നത്. ആ വന്നപ്പോ തന്നെ ഒരുപാട് സംഗതികൾ നാട്ടിൽ കഴിഞ്ഞതാണ്. അതൊക്കെ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. ആ തിരക്ക് കൂടെ പിന്നെ നിങ്ങളെ പെരയ്ക്ക് കൂടി വരാൻ എനിക്കൊരു ടൈമില്ല. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തും കൂടി എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് വരാത്തത് എന്നൊക്കെ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. നാട്ടിലേക്ക് ലീവിന് പോയാൽ എല്ലാവർക്കും അറിയാം. നമ്മൾ ഇവിടുന്ന് പോകുമ്പോ അങ്ങോട്ട് വരാതൊക്കെ നമ്മളിങ്ങനെ പറയും. പക്ഷെ കഴിയൂല, അതിന് ടൈം ഉണ്ടാവൂല. കാരണം ആകെ 2 മാസം തികയാത്ത ലീവിനാ ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് അതിനിപ്പോ നിങ്ങളെ പെരയ്ക്ക് കൂടി വരാൻ എനിക്ക് ടൈമില്ലായിട്ടാണ്. അല്ല പേടിച്ചിട്ടൊന്നും അല്ല, എവിടേക്കും ഞാൻ വരും ടൈം ഉണ്ടെങ്കിൽ. ഓക്കെ, അല്ല എന്റെ പെരയ്ക്ക് വരാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങളെ പെരയ്ക്ക് നിങ്ങളെ ഉപ്പാന്റെ അടുത്തേക്ക് ഇന്നൊരു കാര്യം ചോദിക്കാം, ഈ എന്റെ ഉപ്പാന്റെ അടുത്തേക്ക് വാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പെരയ്ക്ക് വരാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല. എന്റെ പെരയ്ക്ക് വരാന്നാ ഞാൻ പറഞ്ഞില്ലേ. ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ വന്നോളി എന്നൈക്കാരും പറയാം. വന്നോളി എന്ന് പറയും. ഞാൻ നാട്ടിൽ ഉണ്ടാകുന്ന സമയത്ത്, ഇല്ലാത്ത സമയത്ത് അങ്ങോട്ട് വരണ്ട. കാരണം നിങ്ങൾ ഉരുവട്ടൂരിയാണ്. എങ്ങനെയെന്നുള്ളത് നമുക്കറിയില്ല. ഏതായിരിക്കട്ടെ. ആണാണോ അതോ ആണും പെണ്ണും കെട്ടവനാ? അത് ഏതാ നിങ്ങൾക്ക് നല്ലോണം തിരിഞ്ഞിട്ടുണ്ട്. അതാണ് അന്ന് ഫോൺ വിളിച്ചപ്പോ ഫോണൊക്കെ കട്ടാക്കിയാണ്ട് ഇട്ടെറിഞ്ഞ് മാറ്റിയത്. പിന്നെ ഞാന് മനസ്സിലാക്കണം, പിന്നീട് ഞാൻ ഇവിടെ ഗൾഫിൽ വന്നതിന് ശേഷം ഞാൻ ഫോൺ വിളിച്ചപ്പോ സ്വന്തം ഉപ്പാന്റെ അടുത്താണ് കൊടുത്തു. പേടിച്ചിട്ട് ഇയാളെ ഞാൻ ആണാന്നുള്ള ബോധം നിങ്ങൾക്ക് നല്ലോണം ഉണ്ട്. കുരുവട്ടൂരികളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആണാന്നുള്ള ബോധമുള്ളത് ആളുകളാ. ഞാൻ ഫോൺ വിളിച്ചപ്പോ ഇയാൾക്ക് പറയാൻ കഴിയുന്നില്ല. അതിൽ ഇയാൾ ഉപ്പാന്റെ അടുത്താണ് കൊടുത്തു. ആരാ? ഇതാണ് ഇയാളെ ധൈര്യം. നിങ്ങളാണാ പെണ്ണാ?
എന്നിട്ട് ഉപ്പാന്റെ അടുത്ത് കൊടുത്തേക്ക് ഇയാൾ ഫോൺ. എന്നിട്ട് പറയാണ് എന്റെ ഉപ്പാനോടും സംസാരിച്ചു. മൂപ്പര് ഈ ഫോൺ കൈമാറിയത് മൂപ്പര് ഉപ്പാക്കാന്നുള്ളത് എനിക്കറിയില്ല. പിന്നീടാണ് മൂപ്പര് പറഞ്ഞത് എന്റെ ഉപ്പയായിരുന്നു എന്ന്. ഞമ്മക്ക് എങ്ങനെ ഇത് ഓഡിയോ കോൾ വിളിച്ചുമ്പോ ഇത് ഉപ്പയാണോ ഉമ്മയാണെന്ന് ഞമ്മക്കറിയില്ലല്ലോ. അപ്പൊ മൂപ്പര് പിന്നീട് വന്നിട്ട് എന്റെ ഉപ്പാനോട് മോശമായിട്ട് സംസാരിച്ചു. പാച്ച നോണേ അവിടെയൊക്കെ മൂപ്പര് പെട്ടിട്ട് അതൊക്കെ ഞാൻ ഇവിടെ കേൾപ്പിച്ചു കൊടുത്തതാണ്. ഇനി അതിക്ക് ഞാൻ കിടക്കുന്നില്ല. ഇതൊരു വലിയ നാവില് വർത്താനം വരാൻ തിരക്കില്ല. ആണായി പറഞ്ഞവനാണ് ഈ ആൺകുട്ടികളെ സംസാരിക്കേ. അതെ, ആൺകുട്ടികളെ സംസാരമാണ് ഇപ്പൊ ഇത്തിരിയൊക്കെ ഞാൻ സംസാരിച്ചത്. ഓക്കെ, നിങ്ങൾ പിന്നെ പെണ്ണായതുകൊണ്ട് ഈ കരുതൊക്കെ പെണ്ണുങ്ങളെ സംസാരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ വലിയ കുരുക്കൾ തറവാട്ട് ജനിച്ച കുരുക്കന്മാരെ പേരുകളെ വേണ്ടി കുരുക്കന്മാരെ പേരൊന്നും അങ്ങനെ പോകൂല. കുരുക്കള് തറവാട് പറഞ്ഞ കുരുക്കൾ എന്ന് പറഞ്ഞാലേ ഒക്കെ എന്താ നിങ്ങൾ മനസ്സിലാക്കിയതേ മാക്ക. ഇരിക്കട്ടെ, ഇനിയിപ്പോ അത്രേ ഉള്ളൂ, ബാക്കി ക്യാമ്പൊന്നുമില്ല. അത്ര അതിലിക്കട്ടെ.